നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. ഇപ്പോൾ ഞാൻ കോട്ടയത്തെ ലുലുമാളിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ കഴിഞ്ഞാണ് നമ്മൾ ലുലു കണക്റ്റ് പിന്നെ ഫാഷൻ സ്റ്റോർ അതൊക്കെയല്ലേ കണ്ടത്. ഇനിയിപ്പോൾ എൻ്റെ പകുതി വെച്ച് ഇടയ്ക്ക് വെച്ച് നിർത്തിയായിരുന്നു കേട്ടോ ഞാനത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കാനായിരുന്നു വന്നത്. പിന്നെ കുറേ ഓഫറുകളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയി. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഉച്ച സമയത്താണ് കേട്ടോ. ഉച്ച സമയത്തും വലിയ കുഴപ്പമില്ലാത്ത തിരക്ക് തന്നെയാണ്. ഉച്ച സമയത്ത് വന്ന കാര്യം എന്നാ വെച്ചാൽ നമ്മൾ ഈ തിരക്കുള്ള സമയത്ത് വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തിരക്കും. പിന്നെ അവർ വീഡിയോ എടുക്കുന്നതൊക്കെ പറയും, ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓഫറുകളും സംഗതികളൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഈ ഒരു സമയത്ത് ഇങ്ങോട്ട് വന്ന കാര്യം. അപ്പോൾ നമുക്ക് ഈ ലുലുമാളിൻ്റെ അകത്തേക്ക് കയറിയേക്കാം. ഇപ്പോൾ ഈ സമയത്ത് അവിടെ കുറച്ച് തിരക്ക് കുറവുള്ളത്. അതിൽ നന്നായി. ഇത് ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പോഴും തിരക്കാൻ തോന്നുന്നു. നല്ല തിരക്കുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സമയം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലൂടെ ഒന്ന് കയറാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ കയറി വരുമ്പോഴേ വല സൈഡിലായിട്ട് കുട്ടികളുടെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ അവിടെ 299 രൂപയ്ക്ക് ചെരുപ്പുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് 499 രൂപയുടെ 500 രൂപയുടെ ചെരുപ്പാണ് കേട്ടോ. പൂച്ചകളുടെ പടമുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട് ഒരു കൂട്ടത്തിൽ. പിന്നെ വലിയവരുടെയും കാണാൻ കേട്ടോ, ലേഡീസിൻ്റെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ സൈഡിലായിട്ട്. ഇതൊക്കെ കുട്ടികളുടെ ഈ ടോയ്സ് ഇല്ലേ, പച്ചക്കറി കിറ്റ് ഉണ്ടല്ലോ, ഫണ്ണി കട്ടിങ് കിറ്റ്, വെജിറ്റബിൾ സെറ്റാണ് കാണുന്നത്. അതൊക്കെ 149 രൂപയേ ഉള്ളൂ, 300 രൂപയുടെ. പിന്നെ കിഡ്സിൻ്റെ സോക്സൊക്കെ 5-6 സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതൊക്കെ 199 രൂപയേ ഉള്ളൂ, 300 രൂപയേ ഉള്ളൂ. 199 200 രൂപ കേട്ടോ. പിന്നെ ഈ സൈഡിലായിട്ട് ട്രാക്ടറൊക്കെ ഉണ്ട്, കുട്ടികൾക്കുള്ള HNT ട്രാക്ടർ, ടൈനി ട്രാക്ടറാണ്. ഇതൊക്കെ മാർവലിൻ്റെ ടോയ്സ് കേട്ടോ. പിന്നെ ഇവിടെ ലേഡീസിൻ്റെ ബാഗ്, കുട്ടികളുടെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. നമുക്ക് ഇവിടെ എന്താ ഉള്ളത് നോക്കാം. ഇത് വൂളാണല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വൂളാട്ടോ. വൂൾ ബ്ലാങ്കറ്റ് ആണെന്ന് തോന്നുന്നു. എന്താ എഴുതിയിരിക്കുന്നു നോക്കാം. പിന്നെ ഇവിടെ കർച്ചീഫൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, ഹാൻഡ് കർച്ചീഫ്. അത് 3 എണ്ണം വെച്ച്. ഇതുപോലെ തന്നെ വേറൊരു പ്രീമിയം എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇറങ്ങിയിരിക്കുകയാണ്, 3 എണ്ണത്തിന് ഹാൻഡ് കർച്ചീഫ്. ഇതിൻ്റെ വിലയ്ക്ക് 170 അത്രേ ഉള്ളൂ. ഇത് കുറവാട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ 3 കർച്ചീഫ് മേടിച്ച് 1 100 രൂപ വെച്ചിട്ടാണ് വേറൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചത്. ജോക്കിയുടെ ലെങ്ത്ത് സോങ്സ് ആണ് എഴുതിയിരിക്കുന്നത്. സോക്സാണ്, നീളം കൂടി സോക്സ് ഇല്ലേ, അതാണ്. അതിനും നല്ല വില കുറവുണ്ട് കേട്ടോ. പിന്നെ സ്കൂട്ടർ വേണമെങ്കിൽ ഇതെവിടെയുണ്ട്, വീൽസിൻ്റെയൊക്കെ സ്കൂട്ടറില്ലേ, അതാണ്. എലിഫൻറ്റ് ബബിൾസ് ഉണ്ടാക്കുന്ന ഒരു മെഷീനില്ലേ, അതാണ് എലിഫൻറ്റ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് രസമുണ്ട് സംഭവം. ഇത് കുട്ടികളുടെ ബാഗാണ് കണ്ടതൊക്കെ. പിന്നെ കോംസ്, ചീപ്പുകളൊക്കെ പല ടൈപ്പ് ഇട്ടിട്ടുണ്ട്. ലേഡീസൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ചീപ്പുകളാണ്.
മൈക്രോ ഫൈബർ ടവറാണ് നമ്മൾ നേരത്തെ കണ്ടത്. അതിന് 250 രൂപയാണ്. പിന്നെ ഈ കാണുന്നത് മെമ്മറി ഫോം ഷോൾഡർ പില്ലാണ്. പെടലി വേദനയുള്ളവർക്കൊക്കെ ബെസ്റ്റ് സംഗതി കേട്ടോ ഇത് കഴിഞ്ഞ ആഴ്ച ഞാൻ മൈദെണ്ണം മേടിച്ച് പരീക്ഷിച്ച് നോക്കിയതുള്ളൂ. പെടലി വേദന എടുക്കത്തില്ല. ഇത് വേറൊരു ബ്രാൻഡിൻ്റെയാണ് മേടിച്ചത്. ഇത് വേറൊരു ബ്രാൻഡാണ്. എല്ലാം സെയിം ആയിരിക്കും. ബ്രാൻഡ് മാറിയാലും നമുക്ക് ആ ഷേപ്പ് കണ്ടില്ല. ഇവിടെ ഒരു ബൾജിങ് ഉണ്ട്, ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നത്. അത് പെടലിയുടെ ആ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെടലി വേദന എടുക്കത്തില്ല. പെടലിക്ക് ഒരു സപ്പോർട്ട് കിട്ടും. പെടലി വേദന സ്ഥിരമായിട്ട് വരുന്നൊരു ഇത് മേടിച്ച് വെച്ചു. അടിപൊളി സംഭവം. ഇതിൻ്റെ ആവശ്യം നമുക്കൊന്ന് അഴിച്ച് നോക്കാം. പക്ഷേ തിക്കാറ്റ് പാക്ക് ചെയ്തിരിക്കുകയാണ് ഞാൻ അഴിച്ചത്. നശിപ്പിക്കുന്നില്ല, തിരിച്ചു വെച്ചേക്കാം. നല്ല ഓഫറാണ്. ഇത് 2000 രൂപയുടെയാണ് സാധനം കേട്ടോ. ഇപ്പം 749 രൂപയ്ക്കാണ് അത് കിട്ടുന്നത്. ഇനി ഇവിടെയൊക്കെ കിഡ്സിൻ്റെയൊക്കെ ക്ലോത്ത്സൊക്കെ ആണെന്ന്. ടീഷർട്ട് ബാർബി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. പെൺകുട്ടികളുടെ ഫ്രോക്കൊക്കെ അതൊക്കെയാണ് കാണുന്നത്. അതിനെല്ലാം നല്ല ഓഫറുണ്ട് കേട്ടോ. എണ്ണം കൂടുതൽ എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ഓഫർ വരുന്നത്. ബൈ 1 30% ഓഫറാണ്. ബൈ 2 get 50% ഓഫറാണ്. അങ്ങനെയാണ് ഓഫറുകൾ വരുന്നത്. ഞാൻ ലുലു കണക്റ്റിൻ്റെ ഭാഗത്ത് പോകണമെന്നല്ലേ എന്ന വഴിക്ക് ഇവിടെ സ്റ്റക്കായി പോയി കേട്ടോ. ഇനി കണക്റ്റിൻ്റെ ഭാഗത്ത് പോയേക്കാം. ഇംപെക്സിൻ്റെ പോർട്ടബിൾ സ്പീക്കറാട്ടോ കാണുന്നത്. 5499 രൂപ. ഇതിൻ്റെ ശരിക്കും വില 8000 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഐക്കണിൻ്റെ ഫേഷ്യൽ സ്റ്റീമറും കാണുന്നുണ്ട്. അത് 1500 രൂപയുടെ 1100 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ ഫേസ് സ്റ്റീമർ നല്ല ഉപകാരമുള്ള സംഭവം. പനിയൊക്കെ വരുമ്പോഴേ നമുക്ക് ആവിയൊക്കെ പിടിക്കാം. പിന്നെ ലേഡീസിനൊക്കെ ഒരുക്കിപ്പെടുന്ന സംഭവമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇഷ്ടം തുറന്ന് നോക്കിയേക്കാം. വാറണ്ടി കാർഡൊക്കെ ആയിരിക്കുന്നത്. അപ്പോൾ അതായിരിക്കുന്നതാണ് സ്റ്റീമർ കേട്ടോ. അതിൻ്റെ ഫുള്ളായി വെളിയെടുക്കുന്നില്ല. ജസ്റ്റ് നോക്കിയത് അതിൻ്റെ കളർ എന്താ ഷേപ്പ് നോക്കി. പിന്നെ ഇവിടെയും ബ്ലാങ്കറ്റ് ആയിട്ടിരിക്കുക കേട്ടോ. ബ്ലാങ്കറ്റ് സൈസ് സിംഗിളാണ്. 999 രൂപയുടെ 520 അപ് ടു 50% സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതും വേറൊരു കമ്പനിയുടെ അസ്ട്രോനോട്ട് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മെമ്മറി ഫോം ആട്ടോ. നേരത്തെ കണ്ടില്ല പില്ലോ, അത് തന്നെ ഇവിടെ ഇട്ടിരിക്കുന്നത്. ഇവിടെ ബെഡ്ഷീറ്റ് കാണാം. 1699 രൂപയുടെ 719 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. സോളിറ്റെയർ എന്ന് പറഞ്ഞ കമ്പനി വയ്ക്കുന്ന ബെഡ്ഷീറ്റ് ഈ കാണുന്നത്. അതോ ഹോം വെൽ എന്നാണ് പേര്. ഇതെല്ലാം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നതും ബ്ലാങ്കറ്റ് ആട്ടോ. 1699 രൂപയുടെ 739 രൂപയ്ക്ക് കൊടുക്കുന്നു. പിന്നെ അപ്പുറത്ത് ഇലക്ട്രോണിക്സിൻ്റെ ഐറ്റംസാണ് ഇപ്പുറത്തെ സൈഡിലുള്ളത്. ബോട്ടിൻ്റെ നെക്ക് ബാൻഡ് 1799 രൂപയാണ്. ഇപ്പോൾ എല്ലാ പ്രൈസൊന്നും ഞാൻ വായിക്കുന്നില്ല, നിങ്ങളെ കാണിച്ചു തരാം, നിങ്ങൾ തന്നെ വായിച്ചോളൂ. നിയോ പാക്ക് ഡ്യുവൽ PD അഡാപ്റ്റർ വിത്ത് ഫ്രീ C2 കേബിൾ എന്നുള്ളത് 2700 രൂപയുടെ 1599 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ലാബ് കെയറിൻ്റെ അതുപോലെ തന്നെ ബോട്ടിൽ നെക്ക് ബാൻഡ് റോക്കേഴ്സ് 280 ANC എന്നുള്ളത് 5000 രൂപയുടെ സാധനമാണ്. അത് 1800 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. TWS എയർപോഡ് 141 ANC ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളറ് 1549 രൂപയ്ക്ക് കിട്ടും കേട്ടോ. TWS എയർപോഡ് തന്നെ 141 ANC വൈറ്റ് 1799 വൈറ്റിന് വില കൂടുതൽ. TWS ഇമ്മോർട്ടൽ 101 എന്ന് പറയുന്നതിന് 1500 രൂപയാണ്. പിന്നെ പ്രൊമോട്ടിൻ്റെ കാർ ചാർജർ ഡ്യുവൽ ചാർജിങ് കണക്റ്റേഴ്സ് 2500 രൂപയുടെ 1400 രൂപയ്ക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ TWS ഇയർപോഡ്സും ലഷ് നെയ്ജറിൻ്റെ ബ്ലാക്ക് 1500 രൂപയ്ക്ക് കിട്ടും. അതിന് 3800 വിലയുള്ള
അഡാപ്റ്റർ വിത്ത് ഫ്രീ C2C കേബിൾ 1600 രൂപ അങ്ങനെയിട്ട്. പിന്നെ അപ് ടു 6 hours പ്ലേ ടൈം ഫോൺ റെഡി USB പോർട്ട് ഒക്കെ ഉണ്ട്. അത് 2129 രൂപയുടെ 599 രൂപയ്ക്കാണ് കിട്ടുന്നത് കേട്ടോ, 600 രൂപയ്ക്ക്. അത് കൊള്ളാലോ. USB പോർട്ട് ഫോൺ റെഡി എല്ലാം ഉണ്ട് അതിനകത്ത്. അതുപോലെ കുറേ ഐറ്റംസിൻ്റെ ഓഫർ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1600 രൂപയുടെ ആ കാണുന്ന നിയോ പാക്കിൻ്റെ ഡ്യുവൽ ചാർജ് 25 വാട്ടിൻ്റെ 900 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ലിസ്റ്റൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബോട്ടിൻ്റെ ഉണ്ട്, നെക്ക് ബാൻഡ് റോക്കേഴ്സ്. നേരത്തെ പറഞ്ഞ എയർപോർട്ടൊക്കെയാണ് ഈ കാണുന്ന 141 ANC എന്ന് പറഞ്ഞു. സ്പെസിഫിക്കേഷനൊക്കെ വളരെ ചെറുതായിട്ട് എഴുതിയിരിക്കുന്നത്, വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് പ്രൊമോട്ടിൻ്റെ ഇൻ ഇയർ TWS പറഞ്ഞ ഇയർഫോണായി കാണുന്നത്. ഈ കാണുന്ന മുഴുവൻ പവർ ബാങ്ക് കേട്ടോ. ബെൽക്കിൻ്റെയൊക്കെ പവർ ബാങ്ക് ഉണ്ട്, എല്ലാം ബെൽക്കിൻ്റെ കിടക്കുന്നത്. 4000 ഫസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. ബെൽക്കിൻ്റെ തന്നെ പല ഇതുണ്ട്, ആ ഒരു വാട്ട്സ് അനുസരിച്ചല്ലേ, 10,000 20,000. ഇപ്പോൾ എല്ലാം 10K ആയി കിടക്കുന്നത് കേട്ടോ. 2000 അതിൻ്റെ പ്രൈസ് എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ എടുത്തിരിക്കുന്നതിൻ്റെ പ്രൈസ് 1749 കറക്റ്റ് കേട്ടോ. ഞാൻ 2000 പറഞ്ഞോളൂ, റൗണ്ടാക്കി. ഇത് മെഗാസെഫ് വയർലെസ് ചാർജിങ് പവർ ബാങ്ക് ഈ സൈഡിൽ കിടക്കുന്നത് 4000 രൂപ. ഇത് 3000 രൂപ പവർ ബാങ്ക്. 22.5 വാട്ട്സിൻ്റെ ആ കണ്ടത്. ഇത് 15 വാട്ട്സിൻ്റെയാണ്, 10,000 mAh 2 വർഷം വാറണ്ടിയൊക്കെ ഉണ്ട്. പ്രൊമോട്ടിൻ്റെയാണ്. വയർലെസ് ചാർജിങ്ങുള്ള പവർ ബാങ്കാണ് ഈ കാണുന്നത്. സൂപ്പർ ചാർജ് മെഗാ സേഫ് വയർലെസ് ചാർജിങ് പവർ ബാങ്കായി കണ്ടത്, 10,000 mAh. ഇത് ബോട്ടിൻ്റെ പവർ ബാങ്കാണ്. ഇതൊക്കെ ബെൽക്കിൻ. ഇതുപോലെ ഏകദേശം ആ ഒരു വില കേട്ടോ, 2000 വരുന്ന പവർ ബാങ്കായി കാണുന്നത്. പിന്നെ ആംബ്രയിൻ്റെ പവർ ബാങ്ക് കൊള്ളാം കേട്ടോ. ഞാൻ 2-3 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു പ്രശ്നമില്ല. വിലയും കുറവാണ്, നല്ല സംഗതിയാണ്. ആംബ്രയിനെ കൂട്ടത്തിൽ കാണുന്നില്ല. ഇനിയിപ്പം ഉള്ളത് മൊബൈലിൻ്റെയും ടാബിൻ്റെയൊക്കെ ഡെമോ സെക്ഷനാണ്. വാച്ചൊക്കെ ഇരിപ്പുണ്ട്, ആപ്പിളിൻ്റെ വാച്ചാന്ന് തോന്നുന്നു. ഓക്കെ, സൈഡിൽ പ്രസ് ചെയ്ത് ഓണാക്കുന്ന കേട്ടോ. ഇങ്ങനെ ഡെമോ പ്രോഡക്റ്റ് ലൈവായിട്ട് വെച്ചിരിക്കണ്ടേ, കാശ് കൊടുക്കുക. അതെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതെല്ലാം കൊള്ളാം. ഈ കോമ്പസ് ഒന്ന് ഓണാക്കി നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ. വർക്ക് ചെയ്യുന്നില്ലല്ലോ. ആപ്പിൾ വാച്ചാണ്, 44,400 രൂപയാണ് ഇതിൻ്റെ വില. ഇതിൻ്റെ വില എത്രയാണ്? അതിന് 23 രൂപ വിലയുള്ളതെന്ന് തോന്നുന്നു. അതിനേക്കാളും വില കൂടിയത് ഇടത് സൈഡിലിരുന്ന്. ഇത് ഫുൾ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്താണ് നമ്മൾ വന്നിരിക്കുന്നത്.
ഇത് സാംസങ്ങിൻ്റെ മൊബൈലിൻ്റെ സെക്ഷനാണ്. സ്മാർട്ട് ഫോൺ A55 ആണ് ഇരിക്കുന്നത്. ഇതിൻ്റെ പല വേരിയൻ്റ് ആയിരിക്കുന്നത്. 256GB, 128GB, അതിൻ്റെ എല്ലാം വില അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 46,000 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത് S24ൻ്റെ സെറ്റൊക്കെ ആയിരിക്കുന്നത്. ഇതിൻ്റെ വിലയെല്ലാം ഞാൻ അടുപ്പിച്ച് കാണിച്ചേക്കാം. ഇത് സാംസങ്ങിൻ്റെയാണ്. S24 5G 8GB 128GB 55,000. ഇതെല്ലാം ഒരു പാസ്വേഡ് വെച്ചിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ വന്നിട്ടേ ഇതിലെല്ലാം കളിച്ചാകെ നാശമാക്കാൻ തോന്നുന്നു. അത് കാരണം പാസ്വേഡ് ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ഫോൾഡബിൾ ആട്ടോ സാംസങ്ങിൻ്റെ. സാംസങ്ങിൻ്റെ എല്ലാ മോഡലിൻ്റെയും വില അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് മാത്രം ലോക്ക് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഗാലക്സി Z Fold 6 ആണ് കാണുന്നത്. ഇതിനകത്ത് ഞാൻ എൻ്റെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഈ കാണുന്ന കേട്ടോ എൻ്റെ ചാനൽ ടെക് ട്രാവൽ വിത്ത് മനോജ്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ടൈപ്പ് വീഡിയോസ് മാത്രമല്ല, എല്ലാ ട്രാവലിങ്ങിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ട്. റിപ്പയറിങ്ങിൻ്റെ വീഡിയോസ് ഉണ്ട്. ഉണ്ട് ഇന്നത്തെ വീഡിയോയുടെ സെക്ഷനകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ കംപ്ലീറ്റ് വീഡിയോസും അവിടെ ലിസ്റ്റഡ് ആവും. എറണാകുളത്തൊക്കെ പോയി കറങ്ങിയ വീഡിയോസൊക്കെ ഉണ്ട്. ഇപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എറണാകുളത്തൊക്കെ ബൈക്കിൽ പോയതുകൊണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. കോട്ടയത്ത് കിടന്ന് കറക്കമാണ് കൂടുതൽ. എൻ്റെ വീഡിയോസൊക്കെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാംസങ്ങിൻ്റെ വിലയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. A55 55,000 അത് 256GB ആ വില. പിന്നെ A35 128GB 31,000 വില. അങ്ങനെ കുറേ കിടക്കുകയാണ്. കുറേ ഉണ്ടല്ലോ അവരുടെ ലിസ്റ്റ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ M40 എന്ന് പറഞ്ഞിട്ടാണ് 9,000 4GB 64GB. സാംസങ്ങിൻ്റെ സ്മാർട്ട് വാച്ചാണ് ഗാലക്സി വാച്ച് അൾട്ര. സാംസങ് S24 5G 128GB 8GB റാം ഉള്ളതിന് 75 55 കിട്ടും കേട്ടോ. അപ്പോൾ വിലയെല്ലാം കിടപ്പുണ്ട്, നിങ്ങൾ തന്നെ വായിച്ചോളൂ. ഈ കാണുന്നത് എയർ ഫ്രയർ ആട്ടോ. 4.5 ലിറ്ററിൻ്റെ 2 വർഷം വാറൻറ്റി ഉണ്ട്. ഇമ്പക്സിൻ്റെയാണ് പ്രൊഡക്റ്റ്. ഹോം സർവീസും അവൈലബിൾ ആട്ടോ. അത് 7,000 3,300 ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് തുറക്കുന്നത് നോക്കാം. ഇത് ഇവിടെയാണ് തുറക്കുന്നത്. ഇതിൻ്റെ മുകളിൽ വശം തുറക്കാൻ പറ്റുമോ? ഇല്ല, തുറക്കാൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ മിക്സി ഉണ്ട് കേട്ടോ, മിക്സർ ഗ്രൈൻഡർ. അത് ബോഷിൻ്റെയാണ് വരുന്നത് കേട്ടോ. ബോഷിൻ്റെ ആണെങ്കിൽ കിടക്കും പ്രൊഡക്റ്റിലായിരിക്കും. 750 വാട്ടാണ് ബോഷിൻ്റെ. നേരത്തേക്ക് 500 വാട്ട്സ് അല്ലായിരുന്നു ചെറിയ മിക്സി വീട്ടിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 750 ആണ്. പച്ചരിക്ക് നല്ല പട്ട് പോലെ ഓടിച്ചു തരും. പിന്നെ അകത്തെ ആ സെൻറ്ററിലെ സ്ക്രൂ ഉണ്ടോ, ചെറിയ 3 സ്ക്രൂ ആണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ വേറെ കമ്പനിയുടെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ നെട്ടുകളായിരിക്കും. അതൊന്നും നമുക്ക് ഇതിൻ്റെ അരച്ച് കഴിഞ്ഞിട്ടേ ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ലേഡീസിനൊക്കെ അറിയായിരിക്കും, ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ് നെട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ. ഒരു 3 സ്ക്രൂ മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 7,700 3,849 കിട്ടും കേട്ടോ. അത് നല്ലൊരു ഓഫറാണ്. 750 വാട്ട് 3 ജാർ ബ്ലാക്ക് മിക്സർ ഗ്രൈൻഡറാണ്.
ഈ കണ്ടത്. 50% ഓഫറാണ്. പിന്നെ ബോഷിൻ്റെ സർവീസും നല്ല സർവീസാണ്, കുഴപ്പമില്ല. പിന്നെ ഇലക്ട്രിക് കെറ്റിൽ പ്രീമിയറിൻ്റെയാണ് കേട്ടോ. അത് 590 രൂപയാണ് ഇത് ഈ കാണുന്നത്. അത് 1200 രൂപ വിലയുള്ളതാണ്. 1.5 ലിറ്ററിൻ്റെ 590 രൂപയ്ക്ക്. ഇതും എയർ ഫ്രയറാണ് കേട്ടോ, ഇമ്പെക്സിൻ്റെ തന്നെ. 3300 രൂപ. 7000 രൂപയുള്ളത് 3300 രൂപയ്ക്ക്. വൈറ്റ് കളറല്ലേ, നേരത്തെ കണ്ടത് ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു. വൈറ്റിന് വില വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ 1200 വാട്ട് കേട്ടോ, അത് ശ്രദ്ധിക്കണം. വാട്ടേജ് 1200 വാട്ടെന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ 1 യൂണിറ്റ് കറണ്ട് ആകും, അത് കൂടുതലാവും. സൗണ്ട് ബാറൊക്കെ ഇരിപ്പുണ്ട്. ഗൂഗിളിൻ്റെ TV ഇരിപ്പുണ്ട്, ഗൂഗിൾ സ്മാർട്ട് TV. പിന്നെ അതെല്ലാം സൗണ്ട് ബാറാണ് കേട്ടോ. ഭയങ്കര മ്യൂസിക്കാണ്. അപ്പോൾ ഞാൻ മ്യൂസിക് കട്ട് ചെയ്തിട്ടാണ് ഈ കേൾപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് സോണിയുടെയാണ് ഇരിക്കുന്നത്. സോണിയുടെ ഒരു കിടുക്ക സെറ്റാണ്. ഇതിൻ്റെയും പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ വരും. അതുകൊണ്ട് സൗണ്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കേൾപ്പിച്ചിരിക്കുന്നത്. സൂപ്പർ സാധനം കേട്ടോ, ഒന്നും പറയാനില്ല. ഇതെല്ലാം സബ് വൂഫറാണ് താഴെ ഇരിക്കുന്നത്. നമുക്ക് TV യിലൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കത്തില്ലേ, ആ സംഭവം. ഫുൾ ഹോം തിയേറ്ററിനുള്ള സംഗതികളാണ് വെച്ചിരിക്കുന്നത്. ഇത് ബ്രാവിയ തിയേറ്ററാണ്, ബ്രാവിയ 8. HTA 3000 5.1.2 CH സറൗണ്ട് ബാർ വിത്ത് 360 SSM ആൻഡ് ഡോൾബി അറ്റ്മോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡോൾബി 360 അങ്ങനെ പല കാര്യങ്ങളും അതിൽ കാണാം. എസ്ഫോഴ്സ്. പിന്നെ ഈ ഒരു സൈഡിൽ മുഴുവൻ TV കേട്ടോ വെച്ചിരിക്കുന്നത്. ഫുള്ള് സാംസങ്ങിൻ്റെ TV ആണ് ഫുള്ളിരിക്കുന്നത്. 108 സെൻറ്റിമീറ്റർ 43 ഇഞ്ചാണ്. LG UHDയുടെ തിങ്ക് ആണ് ഇരിക്കുന്നത്. 43. പാനസോണിക്കിൻ്റെ TV ഉണ്ട്, ഗൂഗിൾ TV ഉണ്ട്. ഇത് മറ്റേ ഗെയിമിങ്ങിൻ്റെ പിന്നെ എൻ്റെ ഇവിടെ ഗെയിം പാഡ്. രൂപയാണ് ലോജിടെക്കിൻ്റെ കേട്ടോ. F710 എന്ന് പറഞ്ഞ മോഡലിന് 4000 രൂപയാണ്. ഇതൊക്കെ മൗസുകളാണ്. റെഡ് ഗിയറിനാണ് 8 എന്ന് പറഞ്ഞ മൗസ് കേട്ടോ. ഇതൊക്കെ എന്ത് വിലയുണ്ട്? വളരെ വില കുറവാണല്ലോ, 275 ഉള്ളൂ. ഇതൊക്കെ സ്പെസിഫിക്കേഷൻ എന്താണ്? ഇത്ര DPI എന്നുള്ളത് നോക്കേണ്ടത്. 800, 800, 1200, 1600, 2400 അല്ലേ? വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സ്പെസിഫിക്കേഷനിൽ പറഞ്ഞ പോലെയൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ നല്ല സാധനമാണ്. പിന്നെ പ്ലേ സ്റ്റേഷന് ലോജിടെക്കിൻ്റെ ഗെയിമിംഗ് വീലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരു സമയത്ത് ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ച സാധനമാണ്. വീട്ടിൽ നിന്ന് വണ്ടി ഓടിച്ച് കളിക്കാമല്ലോ. മൗസ് പാഡ് ഇതെന്ത് സംഭവം? ഇത് മൗസ് പാഡ് പഴയ ടൈപ്പ് ആൻഡ്രോയിഡ് ചെയ്യാനുണ്ട്.
ഇതെല്ലാം സെൻസ് കൺട്രോളറാണ് ഇരിക്കുന്നത്. സെൻസ് കൺട്രോളർ. ഈ വീലിന് എന്നാ വില? വീലിന് ആണല്ലേ, നല്ല സാധനമാണ്. ഈ സൈഡിൽ മുഴുവൻ ലാപ്ടോപ്പുകളാണ് കേട്ടോ. ലെനോവോയുടെ ലാപ്ടോപ്പൊക്കെ ഇരിക്കുന്നത്. അത് 1 ലക്ഷത്തിന് മുകളിൽ വിലയുള്ളത് 75,000 രൂപയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം i5 ആണ്. i5 16 GB ആണ്. പിന്നെ ഇതിൻ്റെ എല്ലാം സ്പെസിഫിക്കേഷൻ അനുസരിച്ചാണ് വില. ലെനോവോ ഐഡിയപാഡാണ് ഇരിക്കുന്നത്. വിൻഡോസാണ് OS. 15.65 ഇൻറ്റലാണ്. ഇൻറ്റൽ i3 ആണ്. ഇൻറ്റൽ i3 42,000 ഉണ്ടോ? $60,000 സംതിങ് വിലയുള്ളതാണ്. 42,000 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ഞാൻ അടുപ്പിച്ച് കാണിക്കാം. 15.65 FHD ആൻറ്റി ഗ്ലെയർ ഡിസ്പ്ലേ ആണ്. ഇൻറ്റൽ i3 1215U 1.2 GHz ആണ്. 8 GB റാം DDR4 ആണ് ഇതിലിട്ടിരിക്കുന്നത്. മെമ്മറിയാണ് കേട്ടോ. 512 GB SSD ആണ്. ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് സ്പേസാണ്, സ്റ്റോറേജ് സ്പേസ്. ഇപ്പോൾ എല്ലാം SSD അല്ലേ വരുന്നത്, HDD എല്ലാം പോയി. ഇൻറ്റൽ UHD ഗ്രാഫിക്സ് ഇതിലുണ്ട്. ഗ്രാഫിക്സ് കാർഡാണ്, ഇൻബിൽറ്റ് ഗ്രാഫിക്സ് കാർഡാണ്. വിൻഡോസ് 11 ഹോമാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന OS. അത് ലേറ്റസ്റ്റാണ്. MS ഓഫീസും ഉണ്ട്. അതിനാണ് 60,390 എന്ന് പറയുന്ന പ്രൈസ്. 42,290 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. ഇവരുടെ ഓഫർ പ്രൈസാണ്. ഈ കാണുന്ന ലാപ്ടോപ്പിൽ ഐഡിയപാഡ് സ്ലിം 3 ആണ് ലെനോവോയുടെ. ഇതിനകത്ത് Ryzen 3 ആണ് കേട്ടോ വെച്ചിരിക്കുന്നത്. 7320U എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. 8 GB റാമാണ്. 512 GB SSD ഉണ്ട്. 512 GB ഒക്കെ വളരെ ബേസിക് ആയപ്പോൾ 1 TB ആണ് ഏറ്റവും മിനിമം. ആ സ്റ്റോറേജ് സോഫ്റ്റ്വെയറിൻ്റെ ഒക്കെ വലിപ്പം കൂടിപ്പോയില്ലേ. ഇപ്പോൾ 512 GB എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് നിറഞ്ഞു പോകും. പിന്നെ 15.6 FHD ഡിസ്പ്ലേ ആണ്. റേഡിയോൺ GPU ആണ്. വിൻഡോസ് 11 ആണ് ഇൻസ്റ്റാൾ ചെയ്ത് MS ഓഫീസ്. അതിന് 33,990 ആണ് അതിൻ്റെ വില കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റൈസൻ്റെ ഒക്കെ പ്രോസസ്സർ വെച്ചിരിക്കുമ്പം വില കൂടുക വേണ്ടത്. ഇതിപ്പോൾ കുറഞ്ഞിരിക്കുകയാണ്. ഗെയിമിംഗ് പ്രോസസ്സർ, ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയുള്ള പ്രോസസ്സർ Ryzen പ്രോസസ്സർ എന്ന് പറഞ്ഞാൽ അത് ഗെയിമിങ്, ഗ്രാഫിക്സ് ഇതൊക്കെ വർക്കൊക്കെ ചെയ്യാമല്ലോ. ഫോട്ടോഷോപ്പ്, മറ്റേ പ്രീമിയർ, അതൊക്കെ ഈ സിനിമയുടെ എഡിറ്റിങ് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സംഗതിയാണ് അതൊക്കെ ഈ ഒരു PC എന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ MSIയുടെ PC കേട്ടോ, ലാപ്ടോപ്പ്. i5 ആണ്. 12th Gen ആണ് i5ൻ്റെ പ്രോസസ്സർ. 16 GB റാം. 16 GB എങ്കിലും വേണം റാം. അപ്പുറത്തൊക്കെ 8 GB ഇട്ടിരിക്കുന്നത്. എന്നിട്ട് ഇത്രയും വില. 16 GB വേണം. നല്ല എന്തെങ്കിലും ഗ്രാഫിക്സ് വർക്കുകളൊക്കെ നടക്കത്തുള്ളൂ. അതിന് 60,000 രൂപയാണ് അതിൻ്റെ വില. MSIയുടെ വിക്ടസ് എന്ന് പറഞ്ഞ മോഡലാണ്. HP-യുടെ 70,000 രൂപ. 86 രൂപയുടെയാണ്. 70,000 രൂപയ്ക്ക് കിട്ടും. HP-യുടെ ഈ കാണുന്ന പ്രോഡക്റ്റ് എല്ലാം കേട്ടോ. 89,000 രൂപ. HP-യുടെ തന്നെ Core Ultra 5 16 GB റാമുള്ളതാണ്. 512 GB SSD. MS ഓഫീസ്, വിൻഡോസ് 11. അതിന് 81,000 രൂപയുടെ വില, 82 രൂപ വിലയുള്ളത് 73,500 കിട്ടും. 73,590.
ഇത് ഇരിക്കുന്നത് HP തന്നെയാണ്, i3 ആണ് ഈ കാണുന്നത്. i3യുടെ പ്രൊസസ്സറിൻ്റെ സ്പീഡും i5ൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ അത് വെച്ച് കണക്കൂട്ടി ചെയ്യാൻ മതി സംഗതി. $37,799 ഈ കാണുന്ന ലാപ്ടോപ്പിൻ്റെ പ്രൈസ്. പിന്നെ ഈ സൈഡിലെല്ലാം LED TV ഉണ്ട് കേട്ടോ, വലിയ TVകൾ. സോണി ബ്രാവിയാണ് ആ സൈഡിൽ കാണുന്നത്. നിയോ QLED ആണ് ഇതിലേക്കുള്ളത്. 2,83,407 മുകളിൽ കാണുന്ന ടിവിയുടെ പ്രൈസ് കേട്ടോ. ഡോൾബിയാണ് TV. സാംസങ്ങിൻ്റെയാണ് ഈ 2,00,000 ഞാൻ പറഞ്ഞില്ലേ പ്രൈസ് പറഞ്ഞില്ലേ അത്. 2,83,407. 65QN800D എന്നാണ് അതിൻ്റെ മോഡൽ നമ്പർ. അത് 8K അൾട്രാ HD ആണ് കേട്ടോ. 8K ആണ്, 4K അല്ല. നിയോ QLED ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ടൈസൺ OS, ഡോൾബി വിഷൻ, സൗണ്ട് 70 വാട്ട്, USB 4 USB പോർട്ടുണ്ട്, HDMI പോർട്ട് 4 ഉണ്ട്. 120 Hz ആണ്. റിഫ്രഷിങ് റേറ്റ് ഉണ്ടല്ലോ അതാണ് എഴുതിയിരിക്കുന്നത്. ഇൻഫിനിറ്റി 1 ഡിസൈൻ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് 3,14,900 സാധനമാണ് ഈ LED TV സാംസങ്. അത് 2,83,407 കിട്ടും. നല്ല ക്ലാരിറ്റി കേട്ടോ. ശരിക്കും നമ്മുടെ മുമ്പിൽ നിന്ന് ഈ ഡാൻസ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഭയങ്കര 3D എഫക്റ്റ്. ഇത് 4K ആണ് സാംസങ്ങിൻ്റെ. $2,00,000 ആണ് ഇതിൻ്റെ പ്രൈസ്. അത് 2,49,900 ആണ് ഇതിൻ്റെ പ്രൈസ് ആയിരുന്നു. അപ്പം 2,06,000 സംതിങ് ആയിട്ടുണ്ട്. 2,07,000 ആയിട്ടുണ്ട്. മോഷൻ എക്സിലറേറ്റർ ഉണ്ട്. 144 Hz ആണ്. ഈ ഇടേ സൈഡിൽ കാണുന്ന ടിവിയുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അതുപോലെ പല മോഡലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്, പല പല വേരിയേഷൻസ്. അപ്പോൾ ഈ കണ്ട പോലത്തെ വീഡിയോകളൊക്കെ ആയിരിക്കും ഇനി ഈ ചാനലിൽ വരുന്നത് കേട്ടോ. പിന്നെ ട്രാവലിംഗ് വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.